ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ വിക്കറ്റ് വീണത് അളിയന്റെ രാജിയാണ്. രണ്ടാമത്തെ വിക്കറ്റ് വീണിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെയുള്ള നീക്കങ്ങളെല്ലാം പിഴച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് എത്തിയും ഇതിൽ ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുകയും ആ ദുരൂഹതകൾ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. അത് വെളിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം, ചുമതലയേറ്റ സ്ഥിതിക്ക് ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യം വന്നിരിക്കുന്നതാണ് മുൻ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്. അപ്പോൾ ചുമതലയേറ്റ സ്ഥിതിക്ക് ഫയലുകളൊക്കെ ഈ അദ്ദേഹത്തിന്റെ കൈവശം എത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഇപ്പോൾ കൈവശപ്പെടുത്താനുള്ള സാധ്യത അങ്ങനെ സംശയം CPM കാണുന്നു? അല്ല, സ്വാഭാവികമായിട്ട് ചാർജ് എടുത്തെങ്കിൽ ഫയലുകളിലേക്കൊക്കെ നിൽക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഈ സംഭവത്തെ സംബന്ധിച്ചോളം ശ്രദ്ധേയമായി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു, എനിക്കതുമായി ഒരു ബന്ധമില്ല, ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യമാണ് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പരിഹാസത്തിന്റെയും ഒരു വിമർശനത്തിന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹം കൈയൊഴിയുന്നതിന്റെ രൂപത്തിലാണ് പ്രതികരണം വന്നത് എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ള കാര്യമാണ് എടുത്തു സൂചിപ്പിക്കാൻ. ഇപ്പോൾ ഈ സംബന്ധിച്ചുകൊണ്ട് SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതായതുകൊണ്ട് മറ്റാർക്കും ആക്ഷേപമില്ല. SIT ആണ് സമർത്ഥമായ ഒരു ടീമാണ്. കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് കോടതി തന്നെ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ അന്നത്തെ കാലത്ത് പൂർണ്ണമായി ഗവൺമെന്റിന്റെ ആ നടപടിയോട് യോജിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു, ഗവൺമെന്റ് പ്രധാനമായും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കോടതി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്നായിരുന്നു ഗവൺമെന്റ് വന്ന് അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് നടന്നു. അല്ല, ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങളും ഞാനും കേട്ടതല്ലേ. ആ കാര്യത്തിൽ എനിക്കതിന് അറിവില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, മുഖ്യമന്ത്രി നല്ലതായി ചെയ്തതാണെന്നല്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞു. പിന്നെ മാറ്റി പറയുന്നു, ഓരോ ദിവസം മാറ്റി പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന്റെ പിന്നിൽ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കൃത്യമായി ആ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.